ഹലോ. ഹലോ സാർ, ഇവിടെ ന്യൂസ് തുടങ്ങാറായി. വെതർ റിപ്പോർട്ടിന്റെ കാര്യം എന്തായി? ഇന്നലത്തെ റിപ്പോർട്ടില്ലേ അത് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൽ ഇടിയോടുകൂടി മഴ, ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി, ബീഹാറിൽ ന്യൂനമർദ്ദം, പിന്നെ വിമാനത്താവളത്തിൽ 1.5 സെന്റിമീറ്റർ വെള്ളപ്പൊക്കം. DD-യിൽ വിളിച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്ന് പറ. ശരി സർ. രവി, എന്താ പുറത്തിരിക്കാം. രവി വാ. ഇവിടെ ഞാൻ വരാം. എടാ രവി, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത്. എടാ, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം? സ്വന്തം ഭാര്യ വേറൊരുത്തനടുത്ത് ഒളിച്ചോടി പോകാൻ പോയത്, എന്നിട്ട് ഞാൻ ആരോടെന്തെങ്കിലും പറഞ്ഞോ? പൊട്ടിത്തെറിച്ചോ? സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിന്റെ ഒരു തോന്നലായിക്കൂടെ? തോന്നല? കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടാ തോന്നലാവുന്നേ. അവൾക്ക് വേറൊരുത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളെ പുറകെ നടക്കുന്നതാ. അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ മുന്നിൽ ഞാൻ പോയി ചോദിച്ചു. അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. അറിയോ സാറേ, ഇത്ര കഷ്ടപ്പെട്ട കാര്യമില്ല. ഒരു ഒളി ക്യാമറ വെച്ചാൽ പോരായിരുന്നോ? അത് വെക്കാലോ ക്യാമറ. വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഒഡീഷ തീരത്ത് ഫോം ചെയ്ത സൈക്ലോൺ. അതിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2, നമ്മുടെ ഗവൺമെൻറ്റിനെതിരെയുള്ള അലിഗേഷൻസ് ഈ കഴിഞ്ഞ ഫ്ലഡുമായി ബന്ധപ്പെട്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എത്രയും വേഗം സെക്രട്ടേറിയറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. സോ അടുത്ത 2 ദിവസം ഈ ഓഫീസിൽ ആർക്കും ലീവില്ല. മനസ്സിലായല്ലോ? ഈ സൈക്ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റർ ദിനകരൻ കോർഡിനേറ്റ് ചെയ്യണം. മിനിസ്ട്രി ലെവലിലുള്ള ഫയലുകൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് രവിയാണ്. ബാലേന്ദ്രനും പ്രേമനും രവിയെ അസിസ്റ്റ് ചെയ്യണം. ഓക്കെ സർ, എന്നെ അയാളുടെ ടീമിൽ നിന്നൊന്നും മാറ്റണം. ദിസ് ഇസ് മൈ ഓർഡർ. അതങ്ങ് അനുസരിച്ചാൽ മതി. അല്ല, രവി എന്തടേ? സർ, സോറി സർ. രവി, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? കേട്ടു. ഡിപ്രഷനല്ലേ സൈക്ലോൺ? കേട്ടു. അതല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. നമുക്ക് നാളെ കാണാം. ഓക്കെ, എല്ലാവരും പോയിക്കോളൂ. രവി, തനിക്കിത് എന്താണോ പറ്റിയേ? സർ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നതല്ലേ സർ നല്ലത്? തീർച്ചയായും അത് തന്നെയാണ് നല്ലത്. അപ്പൊ പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയില്ലേ? താങ്ക്സ് സർ. അത് മതി സർ. താങ്ക് യു. അല്ല, അപ്പൊ രവിക്ക് ഇല്ല സർ, അങ്ങനെയില്ല സർ, അങ്ങനെയില്ല. അത് മതി. ചേട്ടാ, ഇപ്പൊ ഇത് എനിക്കായല്ലോ കൺഫ്യൂഷൻ. ഹിഡൻ ക്യാമറാസ് ഫോർ ഹോം. ഹലോ. രവിയേട്ടൻ എപ്പോഴാണ് ഇറങ്ങുന്നേ? അതപ്പോൾ പ്രത്യേകിച്ചൊരു ചോദ്യം സാറിന് സമയത്ത്? ഇതെന്തു പറ്റി? ശബ്ദം വല്ലായിരിക്കുന്നല്ലോ. ആ, അതെങ്ങനെ? ഊണ് കഴിച്ചു കാണില്ല. ഇവിടെ വെച്ചിട്ടില്ലേ പോയെ? കഴിച്ചു. നീ കാര്യം പറ. അതെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരു 4 മണിയാകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വരാമോ? വരാം.